ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ ചോറിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഉള്ളിക്കറി. ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉള്ളിക്കറി തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ദേ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിലൊന്നുമല്ല, എന്നാലും നന്നേ ചെറുതായിട്ടുമല്ല, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സവാള ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. സവാള ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ അതേ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതിയാവും. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. 5-6 കാഷ്യൂനട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും 1 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഇതുപോലെ ലൈറ്റ് കളർ ചേഞ്ച് ആയാൽ മതിയാവും. നന്നായിട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കേണ്ട. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. വീണ്ടും വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സവാള ചേർക്കുന്നുണ്ട്. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ അരക്കാൻ വേണ്ടിയിട്ട് 1 സവാളയായിരുന്നു, ഇതിപ്പോൾ 2 സവാള ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സോട്ട് ചെയ്യാം. സവാള ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്യാം. സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നേരത്തെ പോലെ നല്ല കളർ ചേഞ്ച് ആവുകയൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് സവാള അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം. ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറി ചൂടായിട്ട് വരുമ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പുളി എടുക്കുമ്പോൾ ചെറിയൊരു കഷ്ണം പുളി എടുത്താൽ മതിയാവും. കൂടുതൽ എടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു പുളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കറിക്ക് നല്ലൊരു സവാളയുടെ വറുത്ത ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ പുളി രുചി കൂടുതൽ വേണ്ട, അതുകൊണ്ട് തന്നെ പുളിവെള്ളം കുറച്ച് ചേർത്താൽ മതിയാവും. തക്കാളിക്ക് പകരമാണ് നമ്മളിവിടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കറി ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഗരം മസാല ചേർക്കാം. പിന്നെ മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ കറി ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്